പട്ടികവർഗ ഒരു കൂട്ടം ഹിന്ദു ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോക ആദിവാസി ദിനാഘോഷം ഞായറാഴ്ച പുഞ്ചവയൽ ചെറുവള്ളി ദേവീക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജൻ അറക്കുളം, സെക്രട്ടറി പി.കെ. സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടികവർഗ ഒരു കൂട്ടം ഹിന്ദു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജൻ അറക്കുളത്തിന്റെ അധ്യക്ഷതയിൽ പത്തനംതിട്ട എം.പി. ആന്റോ ആന്റണി ലോക ആദിവാസി ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി എം.എൽ.എ. പ്രൊഫസർ റോണി കെ. ബേബി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പട്ടികവർഗ ഒരു കൂട്ടം ഹിന്ദു ഫെഡറേഷൻ്റെ 2026 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞായറാഴ്ച പുഞ്ചവയൽ ചെറുവള്ളി ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ബിർസ മുണ്ട നഗർ ഈ വർഷത്തെ ലോക ആദിവാസി ദിനം ആചരിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മളുടെ മേഖലയിലെ പൊതുപ്രവർത്തകരും ആദിവാസി നേതാക്കളും അതുപോലെ രാഷ്ട്രീയ സാമൂഹിക പരമായിട്ട് ഉള്ള ആൾക്കാരും പങ്കെടുക്കുന്നതാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജൻ അറക്കുളവും, അതുപോലെ തന്നെ നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ പത്തനംതിട്ട എം.പി. ശ്രീ ആന്റോ ആന്റണിയാണ്. അതുപോലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് റോണി കെ. ബേബി, നമ്മുടെ കാഞ്ഞിരപ്പള്ളി എം.എൽ.എയുമാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ പി.കെ. സജീവ്, അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മളുടെ സംസ്ഥാന നേതാക്കളും അതുപോലെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, അതുപോലെ ആദിവാസി സംഘടനകളുടെ പ്രതിനിധികൾ, ഇത്രയും ആൾക്കാർ നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എം.ജി. സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ പി.കെ. സജീവ മുഖ്യപ്രഭാഷണവും മലയാളി എംപ്ലോയീസ് ആൻഡ് പെൻഷൻ സംസ്ഥാന സെക്രട്ടറി പി. ജയൻ പ്രമേയാവതരണവും നടത്തും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി. ജി രാജ്, ആദിവാസി പൊതുപ്രവർത്തകൻ കെ. വി. വിജയൻ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം സി.പി. കൃഷ്ണൻ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുസമ്മ മാത്യു, ഫൗണ്ടേഷൻ കോട്ടയം ജില്ലാ സെക്രട്ടറി അശോക് കുമാർ പതാലിൽ, ത്രിതല ജനപ്രതിനിധികൾ, മലവർഗ മഹാജന പ്രതിനിധികൾ, ഊരുകൂട്ടം കമ്മിറ്റി അംഗങ്ങൾ, മഹിളാ സമാജം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. 38ഓളം വരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സമൂഹത്തിനെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് പട്ടികവർഗ ഞങ്ങൾ പറയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലോ ഉള്ള ആദിവാസികളുടെ പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ 14 ജില്ലയിലുള്ള ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത്. ഇപ്പം നമ്മൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10 വർഷം കാലമായിട്ട് ഇവിടെ നടക്കുന്ന റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി സുഭാഷ് പൂഞ്ഞാർ സ്വാഗതവും രാജൻ വെള്ളപ്ലാക്കൽ കൃതജ്ഞതയും പറയും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ഘോഷയാത്രയിൽ ചെണ്ടമേളം, ശിങ്കാരിമേളം, ഐവറുകളി, കൈകുട്ടികളി എന്നിവയും അരങ്ങേറും. മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അശോക് കുമാർ, ഊരുമൂപ്പൻ രതീഷ് കപ്ലയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് എ.കെ. മോഹനൻ തുടങ്ങിയവരും പങ്കെടുക്കും. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.